ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വയനാട് ജില്ലയുടെ ചുമതലയുള്ള ടി സിദ്ദിഖ് തുടക്കം തന്നെയും പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ജില്ലയായ തിരുവമ്പാടിയിൽ നിന്നും മേപ്പാടിയിലേക്ക് ഒരു ബൈപ്പാസ് പോലെ അല്ലെങ്കിൽ ഏറ്റവും സുഗമമായി വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇത് വളരെ കാലം മുമ്പ് തന്നെ ഇങ്ങനൊരു പദ്ധതി കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ അന്നൊക്കെ ഞങ്ങളെടുത്തൊരു നിലപാട്, അത് കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങളെടുത്ത നിലപാട് ഇതേക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിച്ച് മുന്നോട്ട് പോകണം. തുരങ്കപാത എന്ന് പറയുന്നത് നമുക്കറിയാം, തുരങ്കപാതയുടെ പരിസ്ഥിതി ആഘാത പഠനം വളരെ ശക്തമായി പഠിക്കുകയും അത് ഇതുപോലെ നിർമ്മാണ ഘട്ടത്തിലും നിർമ്മാണം കഴിഞ്ഞ് ഉപയോഗഘട്ടത്തിലുമൊക്കെ ഇതിന് മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള പരിസ്ഥിതി ഏറ്റവും കൂടുതൽ ലോല പ്രദേശമാണ്. അതിലൊക്കെ അപ്പുറമായി ഇപ്പം ഞാൻ കാശ്മീരിൽ ഈ തുരങ്കപാതയിലൂടെ യാത്ര ചെയ്ത ആളാണ്. അത് റോഡും അതുപോലെ ട്രെയിനും രണ്ടും തുരങ്കപാതയിലുമുണ്ട്. രണ്ടിലും ഞാൻ യാത്ര ചെയ്ത ആളാണ്. പക്ഷെ അവിടെയൊക്കെ ഉള്ള അവിടെ ഉള്ളതും ഇതുമായി എനിക്ക് കണ്ടൊരു വ്യത്യാസം, അവിടെ ഹാർഡായിട്ടുള്ള പാറകൾ അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെക്കാളും കട്ടിയുള്ള അത്രയും വലിയ പാറകളാണ് തുറന്നുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഉള്ളത് പാറകൾക്കടിയിൽ മണ്ണ് അത് ചെളിയായിട്ടുള്ള മണ്ണാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചെളിയായ മണ്ണുള്ള സ്ഥലത്ത് എത്രമാത്രം ഫീസിബിൾ ആണോ എന്ന് ഞങ്ങൾ അന്ന് പ്രതിപക്ഷ നേതാവും അന്ന് ഞങ്ങളുടെ പാർട്ടിയും ഒക്കെ വളരെ വ്യക്തമായി ചോദിക്കണം. പക്ഷേ അന്നത്തെ ഗവൺമെൻറ് തങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഇതൊക്കെ വേണ്ടത്ര രീതിയിലുള്ള പഠനം നടത്താതെയും വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഹാരം കാണാതെയുമാണ് ചെയ്തതാണ് എന്നൊരു കാര്യം ഞാൻ അന്ന് മുതലേ പറഞ്ഞതാണ്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ PRDയുടെ പരസ്യം ചെയ്ത് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പരസ്യമായി അല്ലെങ്കിൽ ബോർഡ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പദ്ധതിയായി അവരവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി കണ്ട പദ്ധതിയാണ്. പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും അഭിപ്രായ ദിവസമില്ല. പക്ഷേ അത് വേണ്ടത്ര അവഗാഹനതയോടുകൂടി ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ദുരന്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ ശരിക്കുള്ള നിങ്ങളുടെ പൊസിഷൻ എന്താണ്? ഈ പദ്ധതി വയനാട്ടിൽ നടക്കാത്ത ഒന്നാണ് എന്നാണോ? ഈ അവധാനത എന്ന് വെച്ചാൽ മനസ്സിലായില്ല. എങ്ങനെ വയനാട്ടിൻ്റെ ഭൂപ്രകൃതി എടുത്തു നോക്കുകയാണെങ്കിൽ പാതിയും എക്കോളജിക്കലി വളരെ ഫ്രജൈലാണെന്ന് പറയപ്പെടുന്നു. സമീപ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ദുരന്തങ്ങൾ മാത്രമാണ്. ഒന്നുകിൽ നമുക്ക് ആ പരിപാടി അവിടെ വേണ്ടാന്ന് തീരുമാനിക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനിക്കണം. നിങ്ങൾ ഏത് പെർഫെക്ഷൻ ഇഷ്യൂ ആണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇത് വേണ്ട എന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയല്ലേ. കെ കരുണാകരനുള്ള സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത്. പക്ഷെ അന്നും വളരെ വ്യക്തമായി പരിസ്ഥിതി ലോല മേഖലയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാണം ഏറ്റവും സങ്കീർണത ഉള്ളതാണെന്ന് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സങ്കീർണതകൾ പരിഹരിച്ചുകൊണ്ട് വേണം അതിനാവശ്യമായ ക്രമീകരണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സങ്കീർണത എന്താണ് ഉണ്ടായത്? ഇവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മണ്ണുകൾ അതാത് സമയത്ത് നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. അതൊരു കാരണം. അതുപോലെ ഈ മണ്ണിൻ്റെ ഒരു കട്ടിയെക്കുറിച്ച് ഇവിടെ എല്ലാവരും ചളി പോലെ നിൽക്കാവുന്ന ഒരു തരം മണ്ണാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ മണ്ണ് കൈകാര്യം ചെയ്യുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കൂടി വെച്ചുകൊണ്ട് വേണ്ടിയിരുന്നത് കൈകാര്യം ചെയ്യാൻ. അത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യം ഇതിലുണ്ടായി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് നിഷാദേ, പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾക്കിതിൽ എതിർപ്പില്ല. പദ്ധതി ജനങ്ങൾക്ക് ഏറ്റവും നല്ല പദ്ധതിയാണ്, ഇത് വേണ്ടതാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുമ്പോൾ ആ ഭൂപ്രദേശത്തിൻ്റെ ജിയോഗ്രഫി പരിശോധിച്ച് ആവശ്യമായ മുൻകരുതൽ എടുക്കേണ്ടിയിരുന്നു. അതെടുത്തില്ല. അതെടുക്കാനുള്ള സമയം കണ്ടെത്തിയില്ല. അതെടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ളൊരു മണ്ണ് കൂട്ടിയിടുന്നത് ഈ മഴക്കാലം വന്നാൽ അപകടമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുരന്ത നിവാരണ അതോറിറ്റി ആരാ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റി, അതിൻ്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ നേരിട്ടും അതോറിറ്റിയും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ട് പരിശോധിച്ച് അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുക്കുകയും അത് ചെയ്തതുമാണ്. പക്ഷേ എന്നിട്ടും ഇവിടെ നടന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കരാർ കമ്പനി ഇങ്ങനെ നിരുത്തരവാദപരമായി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് ഉത്തരവാദിത്തം ഒഴിഞ്ഞു. കരാർ കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, അവരെ ഏറ്റെടുക്കണം. സർക്കാർ